പോളിംഗ് ബൂത്തിൽ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഇപ്പോൾ അല്പസമയം മുൻപ് രാഷ്ട്രപതി ദ്രൗപദി മുർമു തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. അതിനിടെ ഡൽഹി മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസിലെ 2 ജീവനക്കാരെ 5 ലക്ഷം രൂപയുമായി അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. യമുനയിൽ വിഷാംശം ചേർത്തു എന്ന പരാമർശത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഈ ദിവസവും സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പ് ദിവസത്തിന് തൊട്ടു മുൻപ് വിവാദങ്ങളൊക്കെ ഒന്ന് ശമിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ഈ ദിവസവും വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല. ഹരിയാനയിൽ എഫ്ഐആർ വരുന്നു, കെജ്രിവാളിനെതിരെ, അതിഷിയുടെ ഓഫീസ് സ്റ്റാഫിനെതിരെ ആരോപണം വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഇത് തന്നെയായിരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളും വിവാദങ്ങളുമായിരുന്നു. भारतीय जनता पार्टी चुनाव आचार संहिता का उल्लंघन कर रही थी, पुलिस ने उनको पूरा सपोर्ट दिया, शह दी, उनको लोकेशन से भगाया. जगह जगह पर भारतीय जनता पार्टी के पदाधिकारियों के ठिकानों पर पैसा मिला, फ्लाइंग स्क्वाड्स तक पहुंचे, पर दिल्ली ഡൽഹി മുഖ്യമന്ത്രി അതിഷി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരെ BJP സർക്കാർ നിരന്തരം ഉപദ്രവങ്ങൾ നടത്തി എന്ന രീതിയിലാണ് അതിഷി സംസാരിക്കുന്നത്. രാകേഷ്, ഈ അവസാന നിമിഷവും ആരോപണ പ്രത്യാരോപണങ്ങളാണ്. ഇതിനിടെ ഇന്നത്തെ ദിവസം തന്നെ പ്രധാനമന്ത്രി പ്രയാഗ്രാജിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വളരെ സംഭവബഹുലമായി തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അതെ, വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഏതായാലും വലിയ പ്രതീക്ഷ ഇപ്പോഴും ആം ആദ്മി പാർട്ടി പങ്കുവെക്കുന്നുണ്ട്. അതായത് സത്യസന്ധതയ്ക്കാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അതിഷി പ്രതികരിച്ചിരിക്കുന്നത്. അല്ലാതെ ഗുണ്ടാരാജനല്ല എന്ന പ്രതികരണം ഇപ്പോൾ അതിഷിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഏതായാലും ഈ ആദ്യ 2 മണിക്കൂറുകളിൽ പല പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും നേതാക്കളും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി. ഒപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർമ്മാൺ ഭവനിൽ ഏതാണ്ട് 8 മണിക്കോടുകൂടി എത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. ഒപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വോട്ട് ചെയ്തിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത് മാറ്റം ആളുകളിൽ പ്രകടമാണ്, ഡൽഹി വോട്ടർമാരിൽ പ്രകടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സന്ദീപ് ദീക്ഷിത് അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ദിവസവും വിവാദത്തിന് ഒട്ടും കുറവില്ല. ഇന്നലെ രാത്രിയാണ് എഫ്ഐആർ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഹരിയാനയിലെ കുരുക്ഷേത്രത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം വിഷാംശ പരാമർശത്തിലാണ് ഇപ്പോൾ ഹരിയാന പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഒരു BJP അനുഭാവി നൽകിയ പരാതിയിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള എഫ്ഐആർ. സ്വാഭാവികമായും ഇലക്ഷൻ തലേ ദിവസം തന്നെയാണ്, വോട്ടെടുപ്പിന് തൊട്ട് മുമ്പാണ്, മണിക്കൂറുകൾക്ക് മുമ്പാണ് ഹരിയാന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നെന്ന് കൂടി ശ്രദ്ധേയമാണ്. കാരണം വിഷാംശ പരാമർശം പിൻവലിക്കാൻ കേജ്രിവാൾ തയ്യാറായിരുന്നില്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയിൽ അമോണിയം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് കേജ്രിവാൾ പറഞ്ഞിരുന്നു. അപ്പോൾ പോലും ഹരിയാനയ്ക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ അദ്ദേഹം നടത്തി. മുഖ്യമന്ത്രിക്കെതിരെ എഫ്ഐആർ ഇടണം എന്ന ആവശ്യം കേജ്രിവാൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് അത്തരമൊരു നീക്കം ഹരിയാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ഹരിയാന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇതിന് പുറമെ ഇപ്പോൾ വിവാദമായിരിക്കുന്ന മറ്റൊരു വിഷയം, 5 ലക്ഷം രൂപയുമായി മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസിലെ 2 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഫ്ലൈയിങ് സ്ക്വാഡാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇവർ പറയുന്ന, പോലീസ് തന്നെ വ്യക്തമാക്കുന്ന കാര്യം, പണം വിതരണം ചെയ്യുന്നുവെന്ന പരാതി ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോഴാണ് 2 പേരെ കസ്റ്റഡി എടുത്തെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വാദം മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതിഷിയുടെ ഓഫീസ് തള്ളിക്കളയുന്നുണ്ട്. പണം വിതരണം ചെയ്യാനല്ല, പിടിച്ചെടുത്ത പണം വിതരണം ചെയ്യാൻ കൊണ്ടുപോയതല്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും പ്രചാരണ രംഗത്ത് കണ്ടതുപോലെ ഒരു വാശിയേറിയ പ്രചാരണം പോലെ ഈ അവസാന ദിവസത്തിലും ഈ വോട്ടെടുപ്പ് ദിനത്തിലും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഏതായാലും ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിലും വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ചുരുങ്ങിയത് 55 സീറ്റാണ് അവർ പറയുന്നത്. BJP ഏതായാലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വെക്കുന്നു. കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ തവണത്തേതുപോലെ, അല്ലെങ്കിൽ 2015-ലും 2020-ലും സംഭവിച്ച പോലെ ആയിരിക്കില്ല ഡൽഹി ഇത്തവണ വിധി എഴുതുക എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ശ്രീജ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി വിധി എഴുതുമ്പോൾ ഇന്നത്തെ ദിവസവും വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇത് ജീവൻ മരണ പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. BJPക്ക് ഇത് ഒരു അഭിമാന പ്രശ്നമാണ്, ഒപ്പം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ആം ആദ്മി പാർട്ടിക്ക്.
വിവാദങ്ങൾക്കിടയിലും വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ നല്ല പ്രതികരണമാണുള്ളത്. വരും മണിക്കൂറുകളിലും നമുക്ക് ഡൽഹിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. മുക്കം